മുഫീദ കഴിഞ്ഞ എലിമിനേഷൻ ഡേഞ്ചർ സോണിൽ മുഫീദ ഉണ്ടായിരുന്നു. അതെ. കഴിഞ്ഞ ഡേഞ്ചർ സോണിൽ ലക്ഷ്മി ഉണ്ടായിരുന്നു. ഇതൊരു ശീലമാക്കുകയാണോ? ഇല്ല. അല്ലല്ലോ. ഓക്കെ. എന്തുകൊണ്ടാണ് മുഫീദ ഇപ്രാവശ്യം ഡേഞ്ചർ സോണിൽ എത്താൻ കാരണം? അറിയില്ല. പെർഫോമൻസിന് കുറവായിരുന്നു മാർക്ക്. സിംഗിങ് കുഴപ്പമില്ലാത്ത മാർക്സ് ഉണ്ടായിരുന്നു. പക്ഷേ SMS വോട്ട് വന്നുകൊണ്ടായിരിക്കാം. ആൻഡ് ചേച്ചിക്ക് എന്താ തോന്നുന്നു എന്തുകൊണ്ടാണ് ലക്ഷ്മി ഡേഞ്ചർ സോണിൽ? പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു നന്നായിട്ട് റിഹേഴ്സൽ ചെയ്താണ് ഇവിടെ വന്ന് പെർഫോം ചെയ്തത്. പിന്നെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എല്ലാവരും സഹായിച്ച് പിന്നെ ആവും എന്നോട് പ്രതീക്ഷയോടെ. എന്തായാലും മുഫീദയ്ക്കും ലക്ഷ്മിക്കും രണ്ടുപേരും ഒട്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു കുടുംബം പോലെ ജീവിച്ചിട്ട് പിന്നെ ഒരാൾ പോവാ എന്ന് പറയുന്നതിനകത്ത് വിഷമമുണ്ട്. എന്തായാലും ദൈവം സഹായിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. Lakshmi is a fine performer and Mufida ella partum she attends everything. So as you said, Ranjini won, that the averages are the same almost. We just hope that we could have both of them in our family forever. We will, because no matter what. I think results പറയാനുള്ള സമയമായിരിക്കുകയാണ്. മുഫീദ മജീദ്, ലക്ഷ്മി ചാൻ ഇവരിൽ നിന്നും ഒരാൾ 6th സ്റ്റേജിലേക്ക് പോകും. ഒരാൾ ഈ വേദിയുടെ വില പറയും. അതാരായിരിക്കും? മുഫീദ, ലക്ഷ്മി രണ്ടുപേരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാണ്. കാരണം 25 കണ്ടസ്റ്റൻസിൽ നിങ്ങൾ ഒരു പാസ്റ്റാണ്. സോ I just want to say all the best to both of you, whatever the result is. ഞാൻ ഇന്നായിട്ടുള്ള ആളുടെ പേര് പറയാം, because I don't have the courage to say out. Mufida Majid is in. Sorry, Lakshmi. Ranjit Bhagwala, Mufida Majid is in. Lakshmi Jain is out. ലക്ഷ്മിക്ക് ഇപ്പം തോന്നുന്ന കാര്യം ലക്ഷ്മി വളരെ ഒരു ഓപ്പൺ ക്യാരക്ടറാണ്. ഇപ്രാവശ്യം ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഞാൻ നോൺവെജാണ്. ഇപ്രാവശ്യം എൻ്റെ നന്നായിട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റേറിയൻ ആയി. ഇപ്പൊ എടുത്ത പ്രാക്ടീസ് നേരത്തെ എടുത്തിരുന്നെങ്കിൽ എന്തായാലും ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഇനി ഒരുപാട് സ്റ്റേജുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ലക്ഷ്മിക്ക് കഴിയുന്ന ഒത്തിരി വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നില്ല. നല്ല വേദികളിൽ ഒരുപാട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ ലക്ഷ്മിക്കായിരിക്കും. അതിനുള്ള കഴിവ് ലക്ഷ്മിക്കുണ്ട്. എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് മോഹൻ ചേട്ടനാണ്. ഞാൻ ആക്ച്വലി ഡാർക്കാണ്. ഇത് വളരെ സുന്ദരിയാക്കിയുള്ള നിൽക്കുന്നത് ചേട്ടനാണ്. പുറത്തൊക്കെ പോകുമ്പോഴേ വലിയ ലക്ഷ്മി കറുത്തു പോയത് ഒരുപാട്. വളരെ ആദ്യം എനിക്ക് താങ്ക്സ് പറയേണ്ടത് മോഹൻ ചേട്ടനാണ്. പിന്നെ ഓർക്കസ്ട്ര, പിന്നെ ജഡ്ജസ്, എക്സ്പെഷ്യലി ഉഷ ബേബി. മാമിൻ്റെ ഷോയൊക്കെ ട്രിവാൻഡ്രത്ത് ഉണ്ടെങ്കിൽ ഉച്ചയിൽ തന്നെ ഞാൻ എല്ലാ ഷോയ്ക്കും പോയി അത്ര കുറേ ഡാൻസ് കളിച്ചിട്ട് മാമിൻ്റെ കൂടെ മാം ചർച്ച എല്ലാവരും പിന്നെ മാസാൻ പറ്റിയത് ഇതുവരെ ഞാൻ SMS ചെയ്ത് ഇവിടെ ലക്ഷ്മിക്ക് ഒരു ചെറിയ മൊമെന്റോ ആൻഡ് കൂടുതൽ സ്പോൺസർഷിപ്പ് ചെയ്താൽ ലക്ഷ്മി ജായി ഇതുവരെ ഞാനിപ്പം 10 സോങ്സ് ഇവിടെ പാടിക്കഴിഞ്ഞു. ഇനി എനിക്ക് ഈ സ്റ്റേജിലേക്ക് പാടാൻ പറ്റില്ല. അപ്പൊ ഇതുവരെ പാടി എന്ന പാട്ടുകൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും, എക്സ്പെഷ്യലി എൻ്റെ ഫ്രണ്ട്
റോസിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. Lakshmi Jain, before that, Mufida, anything to say your age? 60s. Usually in the situation we kind of forget, but that's because we'll see you tomorrow and we'll miss her. But I'll be missing all my friends. People out there and I'm just I don't know how to express this. And then, thank you, Lakshmi. Let's have a loud round of applause for Lakshmi and her rocking family. We love you. Thank you, Lakshmi Jain. Nala Ratri, we'll be back with the 6th round and some